പ്രഭാതത്തിലെ പ്രധാന വാർത്ത ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നതൊക്കെ വാർത്തയാണോ എന്ന് സംശയിക്കുന്നവരോട്, മണിപ്പൂരിൽ കലാപമുണ്ടായി ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നത്. ഉച്ചയോടെ മോദി കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിലെത്തും. പ്രേക്ഷകർക്കറിയാം, ചുരാചന്ദ്പൂർ ആയിരുന്നു അന്ന് കലാപങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം. പീസ് ഗ്രൗണ്ടിൽ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പിന്നീട് മെയ്തേയ് സ്വാധീന മേഖലയായ ഇംഫാലിലേക്കും മോദി പോകും. രണ്ടിടത്തും കലാപബാധിതരായ ആളുകളെ പ്രധാനമന്ത്രി കാണും. കലാപം ആരംഭിച്ച 2 വർഷവും 4 മാസവും പിന്നിടുമ്പോഴാണ്, അതായത് 28 മാസങ്ങൾക്ക് ശേഷമാണ് സമാധാന സന്ദേശവുമായി മോദി മണിപ്പൂരിൽ എത്തുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ, 28 മാസങ്ങൾക്കു ശേഷം കലാപത്തീ അവിടെ കത്തിത്തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തുകയാണ്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായി ഇന്നലെ വലിയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മണിപ്പൂരിലെ അവസ്ഥ എന്താണ്? പൂർണ്ണമായിട്ടും സൈന്യവും സുരക്ഷയും ഒക്കെ സുരക്ഷാ ഏജൻസികളും ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മാറ്റമൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിലെത്തും, പിന്നീട് ഇംഫാലിലെത്തും. അങ്ങനെ തന്നെയല്ലേ യാത്രാക്രമം? ആദിൽ പാലോട്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. യാത്രാക്രമം അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് രഹസ്യാന്വേഷണ വിഭാഗം. കാരണം മെയ്തേയ് വിഭാഗം പരസ്യമായി തന്നെ മോദിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കുക്കി വിഭാഗമാകട്ടെ കാര്യമായ പ്രതിഷേധങ്ങളോ മറ്റുമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മെയ്തേയിലെ തീവ്ര വിഭാഗമാണ് ഗോ ബാക്ക് മോദി വിളികളുമായി രംഗത്തെത്തും എന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയുണ്ട്. സൈന്യത്തിൻ്റെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണിപ്പോൾ മണിപ്പൂരിലാകെ സുരക്ഷാ വിന്യാസം ഉള്ളത്. അരുൺ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. 2023 മെയ് മാസമാണ് സംഘർഷങ്ങളുടെ തുടക്കം. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലടിച്ചത് വലിയ കലാപമായി മാറാൻ അതേ സമയം വേണ്ടി വന്നിരുന്നില്ല. പിന്നീട് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് അവിടെ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തി. പാർലമെന്റിൽ പലതവണ ചർച്ചയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അത് ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. മണിപ്പൂരിലാകട്ടെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു. പാർലമെന്റിൽ പലപ്പോഴും BJP നേതാക്കൾ തന്നെ കൃത്യമായൊരു മറുപടി അക്കാര്യത്തിൽ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഓരോ വിദേശ യാത്ര വരുമ്പോഴും പ്രധാനമന്ത്രിക്കെതിരെ ആയുധമാക്കുക പ്രതിപക്ഷം മണിപ്പൂരിലെ സാഹചര്യങ്ങളും സംഘർഷങ്ങളുമായിരുന്നു. പിന്നീട് മണിപ്പൂരിലെ BJP സർക്കാർ താഴെ വീഴുന്നതും കണ്ടു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി അവിടെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്ന ചോദ്യം ആവർത്തിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി പോവുകയാണ് 28 മാസങ്ങൾക്ക് ശേഷം മണിപ്പൂരിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത്. അരുൺകുമാർ, അരുൺ പറഞ്ഞതുപോലെ ചുരാചന്ദ്പൂർ വലിയ ശ്രദ്ധയുള്ള, വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടൊരു മേഖലയാണ്. ചുരാചന്ദ്പൂർ കുക്കികളുടെ സ്വാധീന മേഖലയാണ്. അവിടെയുള്ള പീസ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുക. അവിടെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഇരകളെ പ്രധാനമന്ത്രി കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇംഫാലിലേക്ക് പോകും. ഇംഫാലിൽ മെയ്തേയ് വിഭാഗത്തിന്റെ സ്വാധീന മേഖലയാണ്. അവിടെ മെയ്തേയ് വിഭാഗത്തിൽ നിന്നുള്ള ഇരകളെ കാണും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സമാധാന ശ്രമങ്ങൾക്ക്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിഹാരങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഒരു തുടക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് കാര്യമായി ഫലവത്താകുന്നതല്ല കാണുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മണിപ്പൂർ സന്ദർശനത്തിനിടെ എന്തുണ്ടാകും എന്ന ചോദ്യമുണ്ട്. BJP MLA-മാരെ കാണുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്താകും അടുത്ത തീരുമാനം? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നയപരമായ ആലോചനകൾ ഇന്നുണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി എത്തുകയാണ്. വലിയ സുരക്ഷാ വിന്യാസമാണ് ഇവിടെ ആകെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരെ കട്ടൗട്ടുകളും ബോർഡുകളും ബാനറുകളും ഒക്കെ വലിച്ചു കീറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് മണിപ്പൂരിൽ കണ്ടത്. സമാനമായ പ്രതിഷേധത്തിന് സാഹചര്യമുള്ളതിനാൽ, സാധ്യതയുള്ളതിനാൽ വലിയ സുരക്ഷ, സൈന്യത്തിൻ്റെയും അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള സുരക്ഷയാണ് മണിപ്പൂരിലാകെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല മിസോറാമിൽ നിന്നാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുക. 4-5 മണിക്കൂർ മാത്രമാകും മണിപ്പൂരിൽ ചെലവഴിക്കുക എന്നതാണ് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പ്രധാനമന്ത്രി പിന്നീട് ആസമിലേക്ക് പോകും. അരുൺ, ഓക്കെ, ആദിൽ പാലോട് പറഞ്ഞതുപോലെ 5 മണിക്കൂർ പ്രധാനമന്ത്രി മണിപ്പൂരിൽ ഉണ്ടാവും.
28 മാസമായിട്ടോ മണിപ്പൂരിൽ കലാപത്തി കത്തിത്തുടങ്ങിയിട്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നത്. നമ്മളടക്കം പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നില്ല? പ്രതിപക്ഷം അതൊരായുധമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നില്ല. കലാപത്തി ഏകദേശം ഒന്ന് ഒടുങ്ങിയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മണിപ്പൂരിലേക്ക് പോകുന്നത്. 7000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പ്രഖ്യാപിക്കുക എന്നതറിയുന്നു. ആദ്യം കുക്കി മേഖലയിൽ പോകും, പിന്നീട് മെയ്തേയ് മേഖലയിലേക്ക്, ചുരാചന്ദ്പൂരിലേക്കും ഇംഫാലിലേക്കും പോകും. പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട പ്രതിഷേധക്കാർ ഗോ ബാക്ക് മോദി എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. പൂർണ്ണമായും സൈനിക വലയിൽ തന്നെയായിരിക്കും, സൈനിക വളയത്തിനുള്ളിൽ തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ഇതിലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും മണിപ്പൂരിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ.